നമസ്കാരം. സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും എല്ലാവരോടും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ധ്രുവചരിതത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതാണ് ശാന്തിയാ പ്രസന്നഗതയാ ധനതാതുപേത ത്വദ്ഭക്തിമേവ തുദൃഢാം മൗരണോൻ മഹാത്മാ. ഇന്നലെ വരേക്കും പറഞ്ഞത് എത്രാമത്തെ ശ്ലോകമാണ്? രാജ്യം ചിരം സമനുഭൂയ ഭജസ്വ ഭൂയ സർവോത്തരം ധ്രുവപദം വിനിഹൃത്തിഹീനം. 8ാമത്തെ ശ്ലോകം. താവത് വിബോധ വിമലം പ്രണുവന്തം. ഭഗവാന്റെ ആ ശംഖ് കവിളിൽ തൊട്ടത് കൊണ്ടുള്ള സ്തുതി ഉണ്ടായി. അത് കേട്ടിട്ട് രാജ്യത്തെ 36,000 വർഷം അനുഭവിക്കുക. നീ അച്ഛൻ്റെ മടിയിലിരിക്കണം, രാജസ്ഥാനം വേണം വിചാരിച്ചിട്ടാണല്ലോ ഭജനം തുടങ്ങിയത്. ഈശ്വര ഭജനം കൊണ്ട് ഈ ലോകത്തിലത്തെ സുഖവും ഉണ്ടാവും, അടുത്ത ലോകത്തിലത്തെ സൗഖ്യവും ക്ഷേമവും ഉണ്ടാവും. മോക്ഷം അല്ലെങ്കിൽ മുക്തി അല്ലെങ്കിൽ പരലോക സുഖം അതിനുവേണ്ടി മാത്രമല്ല ഈശ്വരനെ ഭജിക്കുന്നത്. മുക്തിപ്രദായിനിയാണ്. ഭാഗവതത്തെ സേവിച്ചാൽ മുക്തി ഉണ്ടാവും, മുക്തി ഉണ്ടാവും. രണ്ടും ഇഹലോക സുഖത്തിനും അത് ആവശ്യമാണ് എന്നതിന്ന് വരുന്നു. അവസാനം ധ്രുവപദത്തിൽ സർവോത്തരം ധ്രുവപദം വിനിവൃത്തിഹീനം. വൃത്തിഹീനം വീണ്ടും 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 ആവർത്തിക്കാത്തത് എന്നാണ് കേട്ടോ. വൃത്തി എന്ന് സംസ്കൃതത്തിലത്തെ പല അർത്ഥങ്ങളാണ് വരിക. നമ്മൾ വൃത്തിഹീനം എന്ന് പറഞ്ഞാൽ വൃത്തിഹീനമായ സാഹചര്യങ്ങൾ, വൃത്തിയില്ലാത്ത സ്ഥലം എന്നൊക്കെ പറയാം. അതല്ല ഇവിടെ, അതേയല്ല, അർത്ഥമല്ല. വൃത്തി മീൻസ് ആവർത്തനം. പിന്നെ അതിന് ഉപജീവന മാർഗം എന്നൊരർത്ഥമുണ്ട്. യാ ദേവി സർവോപദേശി വൃത്തിരൂപേണ സംസ്ഥിത. എല്ലാവർക്കും ഉപജീവനമായിട്ട് വിളങ്ങുന്ന ദേവി എന്നുള്ളത്. വൃത്തി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഉപജീവന മാർഗം. എന്താ അയാളുടെ വൃത്തി എന്ന് വെച്ചാൽ, അയാളുടെ വൃത്തി ഇന്ന കച്ചവടമാണ്, അല്ലെങ്കിൽ ഇന്നതാണ് കൃഷിയാണ്, അങ്ങനെയും പറയാം. ഇവിടെ ഇപ്പോൾ വൃത്തിഹീനം എന്ന് ഉദ്ദേശിച്ചത് ആവർത്തനമില്ലാത്ത എന്നാണ്. വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്യാത്ത ഒരു സ്ഥലമാണത്രേ ധ്രുവപദം. ആ ധ്രുവപദത്തെ നീ എത്തിച്ചേരട്ടെ എന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു. അടുത്തത് 9ാമത്തെ ശ്ലോകം. ഇത്യൂജിഷിത്വൈകതേ നൃപനന്ദനോ ശ്രാവാനന്ദിതാഖിലജനോ നഗരീമുപേത രേമേ ചിരം ഭവതനുഗ്രഹപൂർണകാമത്താദേ ഗതേ ച വനമാതൃതരാജ്യഭാര. ഇത്യൂജിഷി ത്വൈകതേ. ഇത്തരം പ്രകാരം പറഞ്ഞിട്ട് അങ്ങ് പോയി. ഭഗവാൻ അന്തർധാനം ചെയ്തു. നൃപനന്ദനായിരിക്കുന്ന ധ്രുവനാവട്ടെ ആനന്ദിതാഖിലജനോ, രാജ്യത്തെ എല്ലാവർക്കും ആനന്ദത്തെ ജനിപ്പിച്ചുകൊണ്ട്. ഈ ആനന്ദം ഒരാൾ മൂലം മറ്റൊരാൾക്ക് കിട്ടണമെങ്കിൽ ദൈവാധീനം ഉണ്ടാവണം. ചില ആൾക്കാർ അങ്ങനെയാണ്. അയാൾ വന്നു കഴിഞ്ഞാൽ പോയി കിട്ടിയാൽ മതി എന്ന് തോന്നുന്ന ആൾക്കാരും ഉണ്ട്, അല്ലേ? ഇയാളൊന്ന് ഇവിടുന്ന് പോയാൽ സമാധാനം ഉണ്ടായിരുന്നു, അങ്ങനെയും തോന്നിക്കും. അയാൾ ആകപ്പാടെ വന്നു കഴിഞ്ഞാൽ ഒരു രസമാണ് കേട്ടോ. പോയാൽ എന്തോ പോലെ തോന്നുന്നു, ഒരു സുഖമില്ലായ്മ. അതെന്തുകൊണ്ടാണ്? ഈ ദൈവാധീനം നിറഞ്ഞു നിൽക്കുന്നവരെ എല്ലാവർക്കും ഇഷ്ടമാവും. ഏഷണിയില്ല, അസൂയില്ല. ഇപ്പം ഇവിടെ ഇപ്പോൾ ഈ ധ്രുവനെ എല്ലാവർക്കും ഇഷ്ടമായി. ആനന്ദിതാഖിലജന നഗരീമുപേത. അത്ര നല്ല നിലയിലല്ലാത്ത സുരുചി പോലും ഇപ്പോൾ ധ്രുവനെ അംഗീകരിച്ചു. ധ്രുവനെ കണ്ടിട്ട് വെറുപ്പുണ്ടായില്ല. അത് ഭാഗവതത്തിലൊരു ഉപമ പറയും. നിമ്നാപ ഇവ സ്വയം. വെള്ളം താഴത്തേക്ക് വരുന്നത് നമ്മളാരും ഒന്നും ചെയ്തിട്ടല്ല. മുകളാണോ വെള്ളമെങ്കിൽ അത് താഴത്തേക്ക് തന്നെ വരും. ഈ ഈശ്വരൻ്റെ ഒരു പ്രത്യേകതയാണത്. അങ്ങനെ ഒരു പഞ്ചഭൂതം വേറെയില്ല. മുകളിൽ കൊണ്ടുവച്ച താഴത്തേക്ക് എത്തും എന്ന് പറയാൻ പറ്റുമോ? എന്തെങ്കിലും മണ്ണോ ഭൂമിയോ ഇരുമ്പോ ഒന്നും എത്താൻ പറ്റില്ല. വെള്ളം മാത്രമാണ്. അത് ഈശ്വരൻ തെറ്റിച്ചതാണ്. ടാങ്കിലേക്ക് അടിച്ച് കയറ്റാൻ നമുക്ക് മോട്ടർ വേണം, വേണ്ടേ? വേറെ സംവിധാനം വേണം. താഴത്തേക്ക് കൊണ്ടുവരാനൊരു മോട്ടറും കൂടി വേണ്ടി വന്നിരുന്നെങ്കിലോ. നമുക്കൊക്കെ 2 മോട്ടർ വീട്ടിൽ വേണം. ഒന്ന് കീഴ്പ്പെട്ട് വരുത്തണ മോട്ടർ, ഒന്ന് മേപ്പെട്ട് വലിക്കണ മോട്ടർ. അതിൽ വേണ്ട ആവശ്യമില്ല. ഒറ്റ മോട്ടറേ വേണ്ടു. എന്താ കാരണം? കീഴ്പ്പെട്ട് തന്നെ വന്നോളും. കീഴ്പ്പെട്ട് തന്നെ വന്നോളും. പൈപ്പ് കണക്ട് ചെയ്ത് കൊടുക്കുക, ടാപ്പ് ഫിറ്റ് ചെയ്യുക, തിരിച്ചതാ വെള്ളം വന്നു. ആലോചിച്ചാൽ അത്ഭുതമുണ്ട് അതിൽ ശാസ്ത്രം. തിരിച്ചായാൽ നമുക്ക് ബുദ്ധിമുട്ടായില്ലേ? അപ്പോൾ അത് ആ ക്വാളിറ്റി, അത് വെള്ളത്തിൻ്റെയാണ്. എന്ത്? താഴത്തേക്ക് തന്നെ വരും. നിമ്ന നാപ ഇവ
ആപ ഇവസ്വയം എന്ന് ഭാഗവത്തിൽ പറഞ്ഞ കാര്യം അത് ഇവിടെ ഈ സന്ദർഭത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കണം. വെള്ളത്തിന് അങ്ങനെ ഒരു ഗുണം ഭഗവാൻ കൊടുത്തിരിക്കുന്നു. അതേപോലെ ഉപമയാണ് അവിടെ. ഇപ്രകാരം വെള്ളം തന്നെ താഴത്തേക്ക് എത്തണോ അതുപോലെ ദൈവാധീനമുള്ളവരോട് ആൾക്കാർ ഇങ്ങോട്ട് നമസ്കരിക്കാനും ബഹുമാനിക്കാനും വരും. അങ്ങോട്ട് പോകുമൊന്നും വേണ്ട, എന്നെ ഒന്ന് പ്രസിദ്ധമാക്കണം, ചാനലിൽ കൊടുക്കണം, എനിക്കൊരു അഭിമുഖം വേണം, അല്ലെങ്കിൽ അങ്ങനെ വേണം എന്ന് പറഞ്ഞ് പോകണ്ടെന്നർത്ഥം. അവരെ ഇങ്ങോട്ട് തേടി ആളുകൾ വന്നോളും. ദൈവാധീനമാണ് ഇതൊക്കെയും. അതവിടെ ധ്രുവനുണ്ടായത് കാരണം അനന്തിതാഖില ജനോ, എല്ലാവരെയും സന്തോഷിപ്പിച്ചു. ധ്രുവൻ എന്ന് കേട്ടാൽ തന്നെ എല്ലാവർക്കും എന്തോ ഒരു പോസിറ്റീവ് എനർജിയാണ്. എന്നിട്ടോ രേമേ ചിരം ഭവതനുഗ്രഹപൂർണ്ണ കാമത്താതേ ഗതേശ വനമാതൃത രാജ്യഭാര, അനവധി കാലം രാജ്യം ഭരിച്ചു. അച്ഛനാകുന്ന ഉത്താനപാദൻ വനത്തിലേക്ക് വാനപ്രസ്ഥത്തിനനുസരിച്ച് പോവുകയും ചെയ്തു. അങ്ങനെ ആ ധ്രുവൻ്റെ കഥ അത്രത്തോളമാണ് 2 അധ്യായങ്ങളിലായിട്ട് പറയണത്. ഇവിടുന്ന് അങ്ങോട്ട് ഒരു 3 അധ്യായത്തിൽ ധ്രുവൻ്റെ ശേഷം കഥയാണ്. ആ ശ്ലോകം ഇത്യോജുഷി ത്വയിഗതേ നൃപനന്ദനോസ ആനന്ദിതാഖിലജനോ നഗരീമുപേത, എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട് ഭഗവത് പ്രസാദം നേടി നഗരത്തിലേക്ക് വന്നു. രേമേ ചിരം ഭവതനുഗ്രഹ പൂർണ്ണകാമത്താതേ ഗതേച്ച വനമാതൃത രാജ്യഭാര, രാജ്യഭാരം ഏൽപ്പിച്ചു. ധ്രുവൻ അത് നിർവഹിച്ചു. താതനാകുന്ന അച്ഛൻ താതൻ അച്ഛനായി കാട്ടിലേക്ക് പോവുകയും ചെയ്തു. അതിന് അനന്തരം ഉണ്ടായിട്ടുള്ള കാര്യം അടുത്ത ശ്ലോകം. യക്ഷേണ ദേവ നികതേ പുനരുത്തമേസ്മിൻ യക്ഷേസ യുദ്ധനിരതോ വിരതോ മനൂക്തിയ ശാന്ത്യാ പ്രസന്നഹൃദയാ ധനദാതുവേദാൻ തദ്ഭക്തിമേവ തുദൃണാം അവൃണോൻ മഹാത്മാ. ഒരു യക്ഷൻ ഈ ധ്രുവൻ്റെ സഹോദരനായിട്ടുള്ള ഉത്തമനെ വധിക്കുകയാണ്. ഒരു യുദ്ധം ഉണ്ടായി കാട്ടിൽ ഉത്തമനെ. അപ്പം ആ പൂർവ്വവൈരാഗ്യമൊന്നും മനസ്സിൽ കരുതിയില്ല. തൻ്റെ സഹോദരനെ വധിച്ച ആൾക്കാരോട് എന്തായാലും ചോദിച്ചിട്ട് തന്നെ വേറെ കാര്യം. ധ്രുവൻ ഗംഭീര യുദ്ധം ഉണ്ടായി. അനവധി യക്ഷന്മാരെ കൊന്നു. യക്ഷൈസ യുദ്ധനിരതോ, യുദ്ധനിരതന്മാരായിരിക്കുന്ന അനവധി യക്ഷന്മാർ കൊന്നൊടുക്കപ്പെട്ടപ്പോൾ അത്തരം അവസരത്തിങ്കൽ എന്തുണ്ടായി? വിരതോ മനൂക്തിയ, സ്വയംഭൂ സ്വയംഭൂമനുമായിട്ടുള്ള മുത്തശ്ശൻ, ഇവരുടെ മുത്തശ്ശനാണല്ലോ ധ്രുവൻ്റെ അച്ഛൻ താനപാദൻ്റെ പിതാവാണ് മനു. അയ്യോ ധ്രുവ, ഈ ചെയ്യണത് തെറ്റാണ്. ഈ ലോകത്തിലെല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്, നമുക്ക് മാത്രമേ ഉള്ളൂ എന്ന് നമ്മളാണ് തീരുമാനിച്ചാൽ മതിയോ? അപ്പോൾ ഒരു യക്ഷൻ കുറ്റം ചെയ്തു എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഏട്ടനെ വധിച്ചു, ശരിയാണ്. എല്ലാ യക്ഷന്മാരും അതിലെന്ത് പഴിച്ചു? ഇത് പാപമാണ്, ഈ വധോദ്യോഗം പാപമാണ്. കൊണ്ട് നീ ഇത് നിർത്തണം. നീ ഈശ്വരനെയൊക്കെ പ്രസാദിപ്പിച്ച ആളല്ലേ, ഒക്കെ എന്താ ചില്ലറ കാര്യമാണ്. അപ്പോൾ അത്രയും തപസ്വിയായിട്ടുള്ള നീയെ ഈ ഇങ്ങനെ യക്ഷന്മാരെ വധിച്ചു എന്ന് പറഞ്ഞാൽ അത് നിൻ്റെ യശസ്സിന് വലിയൊരു കളങ്കമായിട്ട് മാറും. ഭക്തന്മാരൊന്നും അങ്ങനെ ചെയ്തുകൂടാ. ഈ ലോകത്തിലെ ഓരോ സൃഷ്ടിക്കും അതിൻ്റേതായ ഉദ്ദേശം സൃഷ്ടികർത്താവ് നിശ്ചയിച്ചിട്ടുണ്ട്. പാമ്പ് എന്തിനാ, എട്ടുകാലി എന്തിനാ, തേളെന്തിനാ, ശ്വാക്കൾ എന്തിനാ എന്നൊന്നും ചോദിക്കാൻ നമുക്ക് അധികാരമില്ല. നമ്മളെന്തിനാന്നൊരാൾ ചോദിച്ചാലോ? അതൊക്കെ സൃഷ്ടികർത്താവിൻ്റെ നിയന്ത്രണമാണ്, അല്ലാതെ നമ്മളല്ലല്ലോ ഇത് പറയാൻ. അപ്പോൾ സൃഷ്ടികർത്താവ് കൊടുത്തിട്ടുള്ള ഒരു ജീവനെ അനാവശ്യമായിട്ട് എടുക്കാൻ നമുക്ക് അധികാരമില്ല. ക്ഷത്രിയന്മാർക്ക് യുദ്ധത്തിൽ ശത്രുക്കളെ വധിക്കാം, അത് അലൗഡാണ്, അല്ലാതെ ചെയ്തുകൂടാ. അതുകൊണ്ട് നീ വധോദ്യമം നിർത്തണം. അപ്പം ധ്രുവൻ നിർത്തി. അറിവുള്ളവർ പറയുമ്പോൾ അനുസരിക്കണമല്ലോ. ചെറുപ്പത്തിൻ്റെ ആ ഊക്കൊണ്ടൊരബദ്ധം ചെയ്തു എന്നും പറഞ്ഞ് ശാന്തിയാ പ്രസന്ന ഹൃദയാ, ശാന്തമായി പ്രസന്ന ഹൃദയനായി വൈരാഗ്യത്തെ ത്യജിച്ചു യക്ഷന്മാരെ കൊല്ലൽ നിർത്തി. ധനദാതുപേതാൻ, അവിടെ ഹൃദയാത് പ്ലസ് ധനം, തിരിച്ചിട്ട ധനാണ് ചേരുമ്പോൾ യുദ്ധം എന്നുള്ളതാവണത്, സന്ധിയിൽ വരണതാണത്. ഹൃദയാത്ത് പ്ലസ് ധനം പ്ലസ് ഹൃദയാത് ധനം, അപ്പം ധ മാറി. ഹൃദയാത് ധനധൻ എന്ന് പറഞ്ഞാൽ വൈശ്രവണൻ. കുബേരൻ എന്നുള്ള പേര് ശരിയല്ല അത്രേ. കുബേരൻ എന്ന് പറഞ്ഞാൽ മേലൊക്കെ ചൊറി പിടിച്ചവൻ എന്നാണ്. അത് എങ്ങനെ വന്ന നിശ്ചയില്ല. വൈശ്രവണന് ചൊറിയുള്ളതായിട്ടൊന്നും എവിടെയും പറയില്ല. വൈശ്രവണൻ ഉപദേശിച്ചു, ധ്രുവ ഇത് ശരിയല്ല,
ത്വത് ഭക്തിമേവ സുദൃഢാം അവൃണോൻ മഹാത്മാ. അപ്പോൾ വധം നിർത്തിയപ്പോൾ വൈശ്രവണ സന്തോഷം, നിനക്ക് എന്താ വരം വേണ്ടത് ചോദിച്ചു. പറഞ്ഞത് കേട്ടുല്ലോ, എനിക്ക് ഭക്തി മാത്രം മതി. ത്വത് ഭക്തിമേവ. പിന്നെ അപ്പം അതുകൊണ്ട് എല്ലാം ഉണ്ടാവാണ്ടിരിക്കുമോ? എല്ലാം തരുന്ന സംഗതി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്ന് ഓരോന്നോരോന്ന് വേറെ ചോദിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എത്ര ധനം വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞാൽ കുറേ ധനം കയ്യിൽ കിട്ടിയ ഒരാൾക്ക് ഇനി എന്താ വേണ്ടതെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ, ആ ധനം കൊണ്ട് ഈ ലോകത്തിലുള്ള കുറേ കാര്യങ്ങളൊക്കെ നേടാം ഇല്ലേ? അതേപോലെ ഒരു സംഗതി കൊണ്ട് പലതും നേടാമെന്ന നിലയ്ക്കാണ്. ഭക്തി ഉണ്ടായാലോ അതുകൊണ്ട് കിട്ടാത്തതായിട്ടൊന്നുമില്ല. അതുകൊണ്ട് വേറൊന്നും ആവശ്യമില്ല, ആ ഭക്തി മാത്രം ചോദിച്ചു. സുദൃഢോ പൗരുണോൻ മഹാത്മാ. അവിടെ കുറച്ച് ഉപദേശങ്ങളൊക്കെ ഭാഗവത്തിൽ പറയേണ്ട. ധനതൻ ഉവാച എന്ന് പറഞ്ഞിട്ട് എന്താണ് നമ്മുടെ സുഖദുഃഖങ്ങളെ നിശ്ചയിക്കുന്നത്? കേചിത് കർമ്മപദന്തേനം സ്വഭാവം അവരേ നൃപ പുംസോ ദൈവം ഹി കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ. പൂർവജന്മകർമ്മമാണോ എന്ന് ചിലർ പറയുന്നു നമ്മുടെ ഭാവിയെ നിശ്ചയിക്കുന്നത്. ദൈവോ നിശ്ചയമാണെന്ന് പറയണു ചിലർ. ഇതൊന്നും ആർക്കും ശരിക്ക് തീർത്തും പറയാൻ കഴിയില്ല. നല്ല പ്രവൃത്തികൾ ചെയ്തവർക്ക് ചീത്ത അനുഭവം വരുന്നില്ലേ? ഹരിചന്ദ്രൻ അദ്ദേഹം എവിടെയെങ്കിലും ഒരു അസത്യം പറഞ്ഞതായിട്ടോ തെറ്റായിട്ടോ എവിടെയും പറഞ്ഞിട്ടില്ല. കേവലം വിശ്വാമിത്രന് അസൂയ ഉണ്ടാവുകൊണ്ട് ചണ്ടാളൻ്റെ ദാസനായി പത്നിയെ വധിക്കേണ്ടത് വരെ അദ്ദേഹത്തിന് വന്നു. അപ്പം നല്ല കർമ്മങ്ങൾ ചെയ്തവർക്ക് നല്ലതേ വരൂ എന്ന് തീർത്തും പറയാൻ പറ്റുമോ? പറ്റില്ല. ചിലപ്പോൾ തിരിച്ചും കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കർമ്മമാണോ ദൈവമാണോ സ്വഭാവമാണോ എന്ന് ചിലർ പറയണു. അത് രണ്ട് തരത്തിലാവും. ഒന്ന് ലോകസ്വഭാവമാണ്, സുഖവും ദുഃഖവും നല്ലതും ചീത്തയും. അതിന് കാരണമൊന്നും അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. പ്രതിവിധിയാണ് കാണേണ്ടത് എന്ന്. കാരണം അന്വേഷിച്ചാൽ കിട്ടില്ല എന്ന് ചിലർ പറയണു. പിന്നെ നമ്മുടെ സ്വഭാവം കൊണ്ടാണെന്ന് വെച്ചാൽ സാത്വിക രാജസ താമസ. ഉത്തമമായിട്ടുള്ളവർക്ക് ഉത്തമ ഫലവും രാജസന്മാർക്ക് മധ്യമവും തമോ കൊണ്ടുള്ളവർക്ക് അങ്ങനെയും വരാമെന്നുള്ള നിലയ്ക്കും ആവാം. സ്വഭാവം കൊണ്ടാണ്. പക്ഷേ എന്തായാലും എന്തുകൊണ്ടാണ് നമ്മൾ സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. വന്ന കാര്യങ്ങൾ എങ്ങനെ നേരിടാം എന്നതിന് മാത്രമാണ് പ്രസക്തി. ഒരു മെക്കാനിക്കിൻ്റെ അടുത്ത് പോയിട്ട് ഇത് എന്താ പോവാൻ കാരണം എന്ന് ചോദിച്ചു നോക്കൂ. അതൊന്നും എനിക്കറിയില്ല കേട്ടോ, തനിക്ക് വേണമെച്ചാൽ നേരാക്കി തരാം, ഇത് മാറ്റി തരാമെന്ന് പറയും. എന്തുകൊണ്ട് പോയി എന്ന് അയാൾക്ക് അറിയേണ്ട ആവശ്യമില്ല. അത് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത അയാൾക്കില്ല. ഇത് മാറ്റി വേറെ പാർട്ടിട്ടാൽ നേരാവും വേണോ? എനിക്ക് നേരമില്ല എന്ന് പറയില്ലേ? ഇത് കാരണം പറഞ്ഞ നേരമായി എന്ന പോലെ നമുക്ക് എന്താണ് കാരണം എന്ന് അന്വേഷിച്ച് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് ഇല്ലാണ്ടാക്കാൻ പറ്റുമോ സംഭവിക്കുന്നത്? അതിനെന്താണ് നിവൃത്തിമാർഗം? അത് മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. അതുകൊണ്ട് എന്തുകൊണ്ടാണ് എന്നതിനെപ്പറ്റി അറിയില്ല ഒന്നും ചിന്തിക്കുക. ഇവിടെ വന്ന ആരുടെയും വെറുപ്പോ വിദ്വേഷമോ ഇല്ലാണ്ടിരിക്കുക. ആരെയും നമ്മൾ ദുഃഖിപ്പിക്കാതിരിക്കുക. നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും തമ്മിൽ അന്യോന്യം കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥ. നിർപ്പോള പോലെയുള്ളൊരു ദേഹത്തിൽ വെറുപ്പ് മാത്രമുണ്ട് ഇങ്ങനെ കാണുന്നു. ഏത് നേരവും ഇത് താഴത്തേക്ക് അതപ്പതിച്ച് വീഴാം, കുഴഞ്ഞ് വീണ് മരിക്കാം. അതിലിടയ്ക്ക് അയാൾ മഹാദുഷ്ടനായിരുന്നു, ചതിയനായിരുന്നു എന്ന് പറയിപ്പിക്കണോ? പാവം അയാളുടെ കാര്യമായിട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. കഴിയണ സഹായം ചെയ്തിട്ടും കേട്ടോ, നല്ലത് വരട്ടെ, പരലോകത്ത് അയാൾക്ക് നല്ലത് വരട്ടെ എന്ന് പറയിപ്പിക്കുകയല്ലേ വേണ്ടത്. അപ്പോൾ ആരുടെയും വെറുപ്പ് ഈ ലോകത്തിൽ സമ്പാദിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതേ നമുക്ക് ചെയ്യാനുള്ളൂ. അല്ലാണ്ട് ഇതിൻ്റെ തത്വം അന്വേഷിച്ച് പോകാനോ ഒന്നും നമ്മൾ ആളല്ല, നമുക്ക് അറിയില്ല അതൊന്നും അർത്ഥം. അതൊക്കെ വലിയ പ്രപഞ്ച രഹസ്യങ്ങൾ എന്ന് പറയാൻ കാരണം പ്രപഞ്ച പരസ്യം എന്നല്ല പറഞ്ഞത്, പ്രപഞ്ച തത്വമെന്നോ പ്രപഞ്ച സത്യമെന്നോ അല്ല. പലരും ഉപയോഗിച്ച വാക്ക് പ്രപഞ്ച രഹസ്യം എന്നാണ്. അതിൻ്റെ അർത്ഥം അത് വ്യക്തമല്ല, അതിനാണല്ലോ നമ്മൾ രഹസ്യം എന്ന് പറയുക. അപ്പോൾ ധ്രുവ, നമുക്കിവിടെ അതൊന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല. ആരുടെയും മനസ്സ് വേദനിപ്പിക്കാതിരിക്കുക. അതുകൊണ്ട് എന്തിനാണ് നീ ഈ യക്ഷന്മാരെ ഇങ്ങനെ കൊന്നൊടുക്കുന്നത്? കുറച്ചവിടെ ഉപദേശങ്ങൾ പലതും പറയുന്നുണ്ട്, ഒരുപാട് പറയുന്നുണ്ട് ഭാഗവത്തിൽ. 3 അധ്യായമാണ് ഈ ശേഷം കഥ. 3 അധ്യായം. അതിവിടെ ഒരു ശ്ലോകത്തിലാണ് ചുരുക്കി. ധനതാതുഭേദാർത്ത് എന്ന് പറഞ്ഞിട്ട് ധനതം പറഞ്ഞ വാക്യങ്ങൾ അവിടെ പറയുന്നുണ്ട്, കുറേ കാര്യങ്ങൾ, സതുപദേശങ്ങൾ ചുരുക്കത്തിൽ. എന്തായാലും ധ്രുവൻ അതൊക്കെ സ്വീകരിച്ചു. യക്ഷന്മാരെ കൊന്നൊടുക്കൽ
നിർത്തുകയും ചെയ്തു. ഒടുവിൽ ഭക്തി മാത്രം വരമായിട്ട് സ്വീകരിച്ചു. മനൂക്തിയ, സ്വയംഭുവിൻ്റെ മുത്തശ്ശനായിട്ടുള്ള മനു ആണ് കേട്ടോ കർമ്മമാണോ കാലമാണോ എന്താണ് നമ്മുടെ സുഖത്തിനടുത്ത് പറയും. പിന്നെ ധനധനും പറഞ്ഞു കൊടുത്തു, ആരോടും ശത്രുബുദ്ധി ഇല്ലാണ്ടിരിക്കുക. ശത്രുബുദ്ധി, മിത്രം, ഉദാസീനം ഇതൊക്കെ ഇല്ലാതെ കഴിയണതും ഇരിക്കാൻ നോക്കുക. എല്ലാവരോടും ഒരേ ഭാവത്തിൽ കഴിയുക എന്നാണ് ധനധൻ വൈശ്രവണൻ പറഞ്ഞു കൊടുത്തത്. അപ്പം മനു പറഞ്ഞു കൊടുത്തു, വൈശ്രവണൻ പറഞ്ഞു കൊടുത്തു. രണ്ടാളാണ് ഉപദേശിക്കുന്നത്. രണ്ടാളെയും ധ്രുവൻ വന്ദിച്ചു, സ്വീകരിച്ചു, ബഹുമാനിച്ചു. അങ്ങോട്ടൊന്നും എതിര് പറഞ്ഞില്ല. മഹത്തുക്കളുടെ വാക്കുകൾക്ക് എതിര് പറയാൻ പാടില്ല, എതിർത്ത് പറയാൻ പാടില്ല. അതൊക്കെ സ്വീകരിച്ചു. യക്ഷന്മാരെ കൊന്നൊടുക്കൽ നിർത്തുകയും ചെയ്തു. അവസാനം ഭക്തി മാത്രം വരമായിട്ട് സ്വീകരിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ്. ഇനി ധ്രുവചരിതത്തിൻ്റെ ഉപസംഹാരമാണ് വൈകുണ്ഠഗമനം. അതോടുകൂടിയിട്ടാണ് ധ്രുവചരിതം അവസാനിക്കുന്നത്. നാളെ